ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പം അതിൻ്റെ ഒരു കുട്ടി വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അതാ കുറച്ചൊരു തെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദാ അമ്മ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ സച്ചുവിന് പനിയായതുകൊണ്ട് അവനൊന്നും പോണില്ല കേട്ടോ. അങ്ങനെ ദാ ചായയൊക്കെ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുട്ടി ഉഷാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ ദോശയും അതേപോലെ തന്നെ ഗ്രീൻ പീസും ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ കുറേ നാളായി ഗ്രീൻ പീസ് കൂട്ടിയിട്ട്, അപ്പോൾ അത് കഴിക്കണം എന്നൊരു കൊതി കേട്ടോ. അങ്ങനെ അമ്മേനെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ്. അങ്ങനെ പിന്നെ ഞാനും സച്ചുവും കൂടിയിട്ട് നല്ല ദോശയും ഗ്രീൻ പീസൊക്കെ കഴിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയൊക്കെ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവന് ഞാൻ കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ഞാൻ കുറച്ച് ക്ലീനിങ് പരിപാടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ അതാ അടിച്ചു വാരി തുടച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് കടയിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചത്തെ ഫുഡും കഴിച്ചു കേട്ടോ. അതിനിടയിൽ കൂടി കുറച്ച് തിരക്കുകൾ വന്നതുകൊണ്ട് തന്നെ നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു 3 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4:30 ഒക്കെ ആകുമ്പോഴേക്കും അമ്മ വരും കേട്ടോ. അപ്പോഴേക്കും ഒരു സർപ്രൈസ് പോലെ ഞാൻ തന്നെ കുക്ക് ചെയ്ത ഫുഡ് കൊടുക്കാന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു ഞാൻ. എന്തായാലും തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഈ ഒരു പാത്രത്തിൽ 1/4 ഭാഗവും വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചൂടായി കിട്ടിയപ്പോഴേക്കും അതിലേക്ക് കുറച്ച് നെയ്യും അതേപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊന്ന് അലുത്ത് കിട്ടിയപ്പോഴേക്കും ഇതിലേക്ക് ഞാൻ നന്നായി കഴുകിയ ബിരിയാണി റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ബിരിയാണി കുക്ക് ചെയ്യുന്നത് ഒറ്റയ്ക്ക്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ അമ്മയുടെയൊക്കെ ഒപ്പം ഹെൽപ്പ് ചെയ്യും കൂടും എന്നല്ലാണ്ട് ഇതുവരെ ഞാൻ ഫുൾ അതിൻ്റെ ഒരു കുക്കിങ് തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ വേവും കാര്യങ്ങളും ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതിലേക്കുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ചില്ലി എടുത്തിട്ട്, അപ്പോൾ അത് അത്യാവശ്യം നീളമുള്ള ചില്ലി ആയിരുന്നു കേട്ടോ. ചെറിയ ചില്ലി ആണെങ്കിൽ 2 എടുക്കാം. അത് നടുവേ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതും ചെറിയ പീസസ് ആയിട്ട് കുറച്ച് ലെങ്തിയിലായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് ആവശ്യമായ തക്കാളി ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി ഇതിലേക്ക് മെയിനായിട്ടുള്ള സാധനമാണ് സവാള. അപ്പം ഞാൻ 3 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ നല്ല നൈസായിട്ട് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ആവശ്യമായതാണ് പൊട്ടാറ്റോ കേട്ടോ. അപ്പോൾ അത് ഇവിടെ ഉണ്ടായിരുന്നില്ല വീട്ടിൽ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെറുത് കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ അത് ഏകദേശം വെജിറ്റബിൾസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഗ്രീൻ പീസ് ഇന്നലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇനി കുക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. എന്താവും എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇനി സ്റ്റൗവിലേക്ക് ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സ്പൂൺ നിറയെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറുവപ്പട്ട, ഗ്രാമ്പൂ അതുപോലെ തന്നെ ഏലക്ക ഇവയെല്ലാം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നെക്സ്റ്റ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. സവാള ഒത്തിരി ബ്രൗൺ ആയി കിട്ടണ്ട, ഏകദേശം ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളേഴ്സൊക്കെ വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് നെക്സ്റ്റ് വെജിറ്റബിൾ ക്യാരറ്റാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രീൻ പീസും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ബാക്കി വെജിറ്റബിൾസ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പൊട്ടാറ്റോ, ടൊമാറ്റോ ഇവയെല്ലാം ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തിരക്ക് പിടിച്ച് ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പൗഡേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം വഴണ്ടി കിട്ടിയപ്പോഴേക്കും ഇതിലേക്ക് ഞാൻ ലേശം മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി അതുപോലെ തന്നെ ബിരിയാണി പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണി മസാലയുടെ പൗഡറാണ്. അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ എല്ലാം ഒന്ന് ഇളക്കി എല്ലായിടത്തേക്കും പിടിക്കുന്ന പോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം ലേശം വെള്ളം ഒഴിച്ചിട്ട് ഒരു മസാല രൂപത്തിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ദാ ബിരിയാണി റൈസ് വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നു എന്ന് പറഞ്ഞാൽ പോരാ, കുറച്ചധികം വെന്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഏത് വേവാ വേണം എന്നുള്ളതൊന്നും എനിക്കൊരു കറക്റ്റ് ഐഡിയ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ വേഗം തന്നെ അതൊന്ന് വാർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഈ മസാലയിലേക്ക് ഈ റൈസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇത് മിക്സ് ആക്കുകയാണ് ചെയ്തത്. എല്ലായിടത്തേക്കും പറ്റുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്തായാലും ബിരിയാണി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാട്ടോ പറയാനായിട്ട് പറ്റൂ. കാരണം ഒരു ആവറേജ്, കാരണം റൈസ് വെന്ത് പോയത് കൊണ്ടുള്ള ചെറിയ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല മണവും അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടായിരുന്നു. പക്ഷേ അരി കുറച്ചങ്ങോട്ട് കുഴഞ്ഞു പോയി, ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അതാണ് എല്ലാവരും പൊതുവേ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അമ്മ വന്നപ്പോഴേക്ക് ഞാൻ എങ്ങനെയാണെങ്കിലും സംഭവം തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വൈകിട്ട് ചായയും സമൂസയും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുത്തശ്ശനൊക്കെ അമ്മ വീട്ടിലേക്ക് പോവുകയാണ്. കേക്കൊന്നും വേണ്ട എന്നുള്ളത് അമ്മ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്ത് പോലും വേണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നൈസിൽ അമ്മേനെ പറ്റിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ടിങ് ഇല്ലാണ്ട് എന്ത് ബർത്ത്ഡേ അല്ലേ. അങ്ങനെ പിന്നെ ഇതേ വൈകിട്ടായപ്പോഴേക്കും അമ്മ എഴുതാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും സൂര്യ ചേച്ചി നമുക്ക് അച്ചൂസിൽ നിന്ന് കേക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ കാണാതെ ഞാനത് ലിവിങ് റൂമിൽ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒപ്പം സച്ചുവും കൂടിയിട്ടുണ്ടായിരുന്നു. സച്ചു ഫ്ലവേഴ്സൊക്കെ കൊണ്ട് വെച്ച് എൻ്റെ ഒപ്പം ഹെൽപ്പൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ നോക്കി നോക്കി ഇരിപ്പാണ് കേട്ടോ. അമ്മ എപ്പോൾ എഴുന്നേറ്റ് വരും എന്നൊക്കെയുള്ള രീതിയിൽ ലൈറ്റൊക്കെ ഓഫാക്കി ഞങ്ങൾ മിണ്ടാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ എത്ര നോക്കിയിട്ടും അമ്മ എഴുന്നേറ്റ് വരുന്നുമില്ല. ഞങ്ങളാകെ പെട്ട അവസ്ഥയിലായി. ലാസ്റ്റ് ഞങ്ങൾ പോയി വിളിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തത്. നൈസിൽ സച്ചുവിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കേക്ക് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈറ്റ് ഫോറസ്റ്റ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കേക്കൊക്കെ കഴിച്ചു. പിന്നെ അമ്മയുടെ വീട്ടിൽ നിന്ന് മാമന്മാരൊക്കെ വന്നപ്പോൾ അവർക്കുള്ള കേക്കും കൊടുത്തു കേട്ടോ. അങ്ങനെ പിന്നെ ഇനി അമ്മയ്ക്ക് കുറച്ച് സർപ്രൈസസ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ അതേ ഞങ്ങൾ വൈകിട്ടത്തായപ്പോഴേക്കും വെജിറ്റബിൾ റൈസും അതുപോലെ തന്നെ സാലഡും ഓംപ്ലേറ്റൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് എന്തായാലും ഗിഫ്റ്റൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, ഡ്രസ്സിൻ്റെ കളറും എല്ലാം. അപ്പം ഞാനൊരു പർപ്പിൾ അങ്ങനെ ഒരു തീമിലാണ് എല്ലാ ഗിഫ്റ്റും കേക്കും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും അമ്മ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു, ഞങ്ങളും ഹാപ്പി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ബർത്ത്ഡേ വ്ലോഗ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.